ആരാന്നറിയോ? എങ്ങനെ അടിക്കുമെന്നറിയോ? ഇതെന്ത് പറ്റി? വളിച്ചുപോയ പുളിശ്ശേരി പോലുണ്ടല്ലോ മോന്ത. ഇതൊന്നും കച്ചവടം ചെയ്യാൻ പറ്റില്ല. എന്നെ നിനക്ക് കച്ചവടം ചെയ്യാൻ പറ്റില്ല അല്ലേ? ബട്ടൺ എപ്പോഴും ഇട്ടോണ്ടിരിക്കോ? അതിനുവേണ്ടിയല്ലേ ഇത് വെച്ചിരിക്കുന്നത്. ഡോക്ടർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? റോഷന് ചെറിയ കുഴപ്പമുണ്ട്. ഡോക്ടർ, വലിയ കുഴപ്പമൊന്നല്ല പറഞ്ഞത്, ചെറിയ കുഴപ്പമെന്നാ. ഡോക്ടർ, എന്റെ സ്വപ്നം, ആഗ്രഹം അത് നടക്കില്ലേ? ജീവിതത്തില് അങ്ങനൊരു സന്തോഷം ഉണ്ടാവില്ലേ? എന്താ റോഷൻ ഇത്? അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞോ ഞാൻ? നമുക്ക് ചികിത്സിക്കാം. ഇന്നു മുതൽ റോഷന് ചികിത്സ തുടങ്ങും. ഞാൻ ചില മെഡിസിൻസ് എഴുതാം. റോഷൻ 1 മാസം കഴിഞ്ഞിട്ട് എന്നെ വന്നൊന്ന് കാണണം. തൽക്കാലം ഈ കാര്യം സ്വപ്നം അറിയണ്ട. സമയമാകുമ്പോ ഷെയർ ചെയ്യാം. വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയല്ലേ ആയുള്ളൂ. അതിനിടയിൽ ഒരു ടെൻഷൻ വേണ്ട. ഡോക്ടർ, എല്ലാം ശരിയാവും റോഷൻ, ധൈര്യമായിട്ടിരിക്കും. ചിന്നു, ചിന്നു, മോളെ വാ, ഭക്ഷണം കഴിക്കാം. ചിന്നു, ചിന്നു, മോളെ. എന്താ മോളെ? മുത്തശ്ശ, ചിന്നു അവിടെ ഉണ്ടോ? അവള് ഭക്ഷണം കഴിക്കാൻ വന്നില്ല. ഇല്ല, ഇവിടെ മേലെ എവിടെ ഇല്ല. പിന്നെ ഇതെവിടെ പോവാനാ? മോളെ ചിന്നു, മോളെ. അയ്യോ, മഴ വന്നല്ലോ. ചിന്നു അല്ലേ അത്? ഒറ്റയ്ക്ക് ഇവളെവിടെ പോകുന്നു? അന്ന് കൈവിട്ടതാ. കൊണ്ടുപോയാലും ഇവളെ. അതിനുശേഷം അനുപമ മേഡത്തിന് വിളിക്കാം. ബോധം മറഞ്ഞപ്പോഴാണ് അന്ന് ഞാൻ ഇവളെ എടുത്ത് ആന്റണിക്ക് കൈമാറിയത്. ഇവൾ അന്ന് എന്നെ കണ്ടിട്ടില്ല, ആന്റണിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എന്നെ തിരിച്ചറിയില്ല. മയത്തിൽ സംസാരിച്ച് അവളെ വാനിൽ കയറ്റി കൊണ്ടുപോവാം. ചിന്നു, ചിന്നു, മോളെ നീ എവിടെയാ? ചിന്നു, ചിന്നു, ചിന്നു. ഈ കുട്ടി ഇത് എവിടെ പോയി? മോളെ. ചിന്നു, ചിന്നു നീ എവിടെയാ? ചിന്നു, എളമേ, കൊച്ചെന്തേ? എനിക്കറിയില്ലേ. ചിന്നു, ചിന്നു. എന്താ കീർത്തി? മുത്തശ്ശ, ചിന്നുവിനെ കണ്ടിരുന്നോ? ഇല്ല. ചിന്നുവിനെ കാണാനില്ല. വീട്ടിൽ എവിടെയില്ല. എന്താ ഇങ്ങനെ? ഇത് 2ാം തവണയാണല്ലോ. എന്റെ കുട്ടി. വീണ്ടും അവൻ തന്നെയായിരിക്കും കുഞ്ഞിനെ കൊണ്ടുപോയത്, ജയിലിൽ കയറ്റിയതിന്റെ പ്രതികാരം തീർക്കാൻ. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല.
ജയിലിൽ തന്നെയാ ഉള്ളത്. അതെ, കുഞ്ഞിവിടെ സുരക്ഷിതയല്ല. ഏട്ടനും ഏട്ടത്തെയും പറഞ്ഞതാ ശരി. കുഞ്ഞിനെ അനാഥാലയത്തിൽ കൊണ്ടുവിട്ടിരുന്നെങ്കിൽ കുഞ്ഞവിടെ സുരക്ഷിതയായി കഴിഞ്ഞേനെ. ആരും തട്ടിക്കൊണ്ടു പോയതല്ല എന്റെ കുഞ്ഞിനെ. സ്വയം ഇറങ്ങി പോയതായിരിക്കും അവള്. നിങ്ങൾക്ക് ആർക്കും ഒരു ശല്യം ആവണ്ടെന്ന് കരുതി കാണും. എല്ലാവരും ചേർന്ന് അവളെ അനാഥാലയത്തിൽ കൊണ്ടാക്കാൻ നോക്കിയതല്ല. സ്വയം ഒഴിഞ്ഞു പോയതായിരിക്കും അവള്. കീർത്തി, ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് നിന്നോടും കുട്ടിയോടും ഒക്കെയുള്ള സ്നേഹം കൊണ്ടാ. ഇതാണോ സ്നേഹം? പോയില്ല എന്റെ കുട്ടി. ഓ, എന്റെ കുട്ടി എന്റെ കുട്ടി. നീയാണോ അവളുടെ അമ്മ? എങ്കി അത് പറ. ഒരു കുഞ്ഞ് സ്വന്തം ആവണമെങ്കിൽ അവളുടെ അമ്മ ആവണമെന്നില്ല. മനസ്സിൽ കരുണയും സ്നേഹവും ഇല്ലാത്തവരോട് പറഞ്ഞ് മനസ്സിലാവില്ല. ഇല്ലടി, എനിക്ക് കരുണയും സ്നേഹവും ഇല്ല. ഇവിടെ കുറെ പേര് കഴിയുന്നുണ്ടേ. ഇതേ ഞങ്ങളുടെ വീടാ. എവിടുന്നോ കൊണ്ടുവന്ന ഒരു കൊച്ചിനെ താമസിപ്പിക്കാൻ ഇത് നിന്റെ തറവാടൊന്നുമല്ല. അനുപമേ നിർത്ത്. സന്തോഷമായല്ലോ എല്ലാവർക്കും. പോയില്ലേ അവള്? അല്ല, ഞാൻ അറിയാതെ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവന്നാക്കിയോ അവള്? നിങ്ങളത് ചെയ്യും. അനാവശ്യം പറയുന്നുടി. കീർത്തി, നിങ്ങളുടെയും കുഞ്ഞിന്റെയും നല്ല ഭാവിക്ക് വേണ്ടിയാ അങ്ങനെ ഒരു തീരുമാനം എല്ലാരും ചേർന്നെടുത്തത്. അല്ലാതെ കുഞ്ഞിനോടുള്ള സ്നേഹക്കുറവുകൊണ്ടൊന്നും അല്ല. നീ ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. കുഞ്ഞിനോടുള്ള നിങ്ങളുടെ സ്നേഹം ഞാൻ കുറെ കണ്ടതാ. മോളെ, സംസാരിച്ച് സമയം കളയാതെ വാ, നമുക്ക് മോൾ എവിടെയുണ്ടെന്ന് ഒന്നുകൂടി നോക്കാം. എവിടെ പോയി അന്വേഷിക്കും? ഇവിടെ മുഴുവൻ നോക്കിയതല്ലേ ഞാൻ. വാ മോളെ, ഒന്നുകൂടി നോക്കാം. നടക്ക്. എവിടെ പോയതായിരിക്കും കുട്ടി? ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കും. എന്തെങ്കിലും ആവട്ടെ. ഏട്ടൻ എന്തിനാ അതിനെ കുറിച്ച് ചിന്തിക്കുന്നേ? കീർത്തിയുടെയും കുഞ്ഞിന്റെയും കാര്യത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ഒക്കെ മനസ്സിലായിക്കോളും കുറച്ചു കഴിഞ്ഞു. മോളെ, മോൾ ഒറ്റയ്ക്ക് ഇത് എവിടെ പോകുന്നു? എന്തിനാ കരയുന്നത്? എവിടെ പോണെന്ന് അങ്കിളിനോട് പറയും. അങ്കിളിന് വണ്ടിയുണ്ട്. എവിടെ വേണമെങ്കിൽ അങ്കിൾ കൊണ്ടുവിടാം. കരയാതെ മോളെ, വണ്ടി കയറി നമുക്ക് പോവാം. ഞാൻ കൊണ്ടുവിടാം. എന്താ പ്രശ്നം? എന്തിനാ കുട്ടി കരയണേ? അറിയില്ല. കുട്ടി തനിച്ചിവിടെ നിൽക്കുകയായിരുന്നു. എവിടെ പോണെന്ന് ഞാൻ ചോദിച്ചു. കരയുകയല്ലാതെ മറ്റൊന്നും പറയുന്നില്ല. മോള് തനിയെ എവിടെ പോവാ? എനിക്ക് എന്റെ മമ്മിയെ കാണണം. അമ്മ എവിടെയുള്ളത്? എനിക്കറിയില്ല. മോളുടെ വീട് എവിടെയാ? അടുത്ത് തന്നെ. മോളെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കട്ടെ? ഒറ്റയ്ക്കൊന്നും ഇറങ്ങി നടക്കാൻ പാടില്ല. എന്നെ വീട്ടിൽ കൊണ്ട് വിടണ്ട. എനിക്ക് പോലീസ് അങ്കിളിനെ കണ്ടാ മതി. എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടൂ അങ്കിളെ. മോള് പേടിക്കണ്ട, ഞങ്ങൾ മോളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിടാം. വാ മോളെ. അനുപമ മാഡത്തിന് കിട്ടുന്നില്ലല്ലോ. സാറിന് ചിന്നു എന്നൊരു കുട്ടിയെ ഓർമ്മയില്ലേ? ആ കുട്ടിയുമായി രണ്ടുപേര് വന്നിട്ടുണ്ട്. സാറിനെ കാണണമെന്ന് പറഞ്ഞു. വരാൻ പറയൂ സർ. എന്താ ചിന്നുകുട്ടി, എന്തിനാ കരയുന്നേ? ആരാ ഇവരൊക്കെ? സർ, ഈ കുട്ടി ഒറ്റയ്ക്ക് റോഡിലൂടെ നടന്നു വരികയായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സ്റ്റേഷനിലെത്തിക്കണമെന്ന് പറഞ്ഞോണ്ടാ കുട്ടിയുമായി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എനിക്ക് പരിചയമുള്ള കുട്ടിയാ. ഓ, വീട്ടുകാരെ ഞാൻ വിവരം അറിയിച്ചോളാം. നിങ്ങൾ പോയിക്കോളൂ. ശരി സാർ. സാർ. അങ്കിളെ, എനിക്ക് എന്റെ മമ്മിയെ കാണണം. എന്റെ മമ്മി എവിടെയാ? എന്താ അങ്കിൾ എന്റെ മമ്മിയെ കണ്ടെത്തി തരാത്തെ?
എന്റെ മമ്മിയെ കണ്ടെത്തി തരണം അങ്കിളെ, പ്ലീസ് അങ്കിളെ. രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ മുത്തശ്ശ. മീറ്റിംഗിലായതിനാൽ സ്വിച്ച് ഓഫ് ചെയ്തതാവാം. ചിന്നുന്റെ കയ്യിൽ ഫോണില്ലേ, അതിലേക്ക് വിളിച്ചു നോക്ക്. അവള് ഫോൺ എടുത്തിട്ടില്ല, ഫോൺ മുറിയിലുണ്ട്. അന്ന് മോളെ തട്ടിക്കൊണ്ടുപോയി ഒരുത്തനെ പിടിച്ച് അകത്തിട്ടിരുന്നില്ലേ, അവന്റെ ആൾക്കാരാരെങ്കിലും പ്രതികാരം തീർത്തായിരിക്കോ? ഈശ്വര, എനിക്കറിയില്ല മുത്തശ്ശ. എവിടെ ചെന്ന് അന്വേഷിക്കും നമ്മള്? നമുക്ക് അന്വേഷിക്കാം മോളെ. എവിടെ ചെന്ന് അന്വേഷിക്കും മുത്തശ്ശ? മോളെന്താ അങ്കിള് ചോദിച്ചതിനൊന്നും മറുപടി പറയാത്തെ? എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടണം. ഓക്കെ, കീർത്തി ആന്റി അന്ന് പറഞ്ഞു തന്നതല്ലേ അങ്കിളെ? ചിന്നുവിനെ സംരക്ഷിക്കുന്നത് രാഹുലും കീർത്തിയല്ലേ? അവർക്കറിയായിരിക്കല്ലോ ചിന്നുവിന്റെ അമ്മ ആരാണെന്ന്. മോളെ, ഇങ്ങനെ കരഞ്ഞിരുന്നിട്ട് എന്ത് കാര്യം? പോലീസിനെ വിളിച്ചറിയിക്കേ. ഇവിടുത്തെ പരാതി തീർക്കാൻ മാത്രം ഒരു പോലീസ് സ്റ്റേഷൻ തുടങ്ങേണ്ടി വരും. നിനക്കതാടാ കുഞ്ഞിനെ കാണാത്തതിൽ ഒരു സങ്കടവും ഇല്ലേ? ശല്യം ഒഴിഞ്ഞെന്നാണോ നീ കരുതുന്നത്? അത്ര സ്നേഹമില്ലാത്തവനൊന്നും അല്ല ഞാൻ. ഞാൻ പറയുന്നത് അനുസരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. ആരാ വിളിക്കുന്നേ? അറിയില്ല. ഹലോ ഹലോ, കലാവതി മാഡം, ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. CI ആണ് സംസാരിക്കുന്നത്. കൂടെ കീർത്തി ഉണ്ടെങ്കിൽ അവളോട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയണം. അവളെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്നാ? എന്താ സാർ പ്രശ്നം? ചിന്നു ഇവിടെയുണ്ട്. കീർത്തി ഉടനെ ഇവിടെ എത്തണം. കീർത്തി ഇവിടെയുണ്ട്, ഞാൻ പറയാം സാർ. ഓക്കെ. CI ആണ് വിളിച്ചത്. ചിന്നു പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന്. ചിന്നു എന്തോ പരാതി നൽകാൻ പോയതാണത്രേ. കീർത്തിയോട് ഉടനെ സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്ത് പരാതി? അതൊന്നും പറഞ്ഞില്ല. ഹാവൂ, കുഞ്ഞവിടെ ഉണ്ടല്ലോ, സമാധാനായി. എന്താ മോളെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? വേ സ്റ്റേഷനിലേക്ക് ചെല്ല്. എന്റെ കീർത്തി പോവാത്തെ? അവളുടെ ഭാവം ശ്രദ്ധിച്ചോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന്. അല്ല, കുഞ്ഞ് എന്ത് പരാതി കൊടുക്കാനാ? ഞാനിപ്പോ ഉപദ്രവിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കെതിരായിരിക്കില്ല. നീ എന്താ ആലോചിക്കുന്നേ? നമുക്കൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോകാം. കീർത്തിക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ കൊടുക്കാമല്ലോ. ഇത്രയും ചെറിയ കുട്ടി പരാതി പറയാൻ സ്റ്റേഷനിലേക്ക് പോവാ. കൊള്ളാലോ ചിന്നു. എന്തായിരിക്കും അവളുടെ പരാതി? അങ്കിൾ വിചാരിച്ച എന്റെ മമ്മി ആരാണെന്ന് കണ്ടെത്താൻ കഴിയില്ലേ? പ്ലീസ് അങ്കിൾ. ആദ്യം മോളുടെ അമ്മ ആരാണെന്ന് അറിയണ്ടേ? എങ്കിലല്ലേ കണ്ടെത്താൻ കഴിയൂ. ഒന്നുറപ്പ്, മോളുടെ അമ്മ ആരാണെന്ന് ഇന്ന് അങ്കിൾ അറിഞ്ഞിരിക്കും. അമ്മ എവിടെ ഉണ്ടെങ്കിലും അങ്കിൾ കണ്ടെത്തിയിരിക്കും. പ്രോമിസ്? പ്രോമിസ്. കീർത്തിയിരിക്കെ. സർ, ചിന്നു എവിടെ? കുഞ്ഞകത്തുണ്ട്, അവക്കൊരു കുഴപ്പമില്ല. അവിടെ നിൽക്കേ. കീർത്തിയോടെ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞത്. സ്വപ്ന എന്തിനാ വന്നത്? കുഞ്ഞിനെ കാണാതായ ടെൻഷനിലായിരുന്നു ഞങ്ങള്. ഇളയമയുണ്ട്, കുഞ്ഞിവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഓടി വന്നതാ.
എവിടെയാ സാർ മോള്? കുഞ്ഞകത്തുണ്ട്. എനിക്ക് കീർത്തിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. നിങ്ങൾ പുറത്തു നിൽക്ക്. കീർത്തി ഇരിക്കെ. ചിന്നു വീട്ടിൽ നിന്നും തനിയെ ഇറങ്ങിയതാണ്. കുട്ടി തനിയെ നടന്നു വരുന്നത് കണ്ട ചിലർ അവളോട് വിവരം തിരക്കി. അമ്മയെ കാണണമെന്നാണ് അവൾ അവരോട് പറഞ്ഞത്. പിന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുവിടണമെന്നും. എന്തായി? പുറത്ത് നിൽക്കാൻ പറഞ്ഞു. അവര് രണ്ടുപേരും ചേർന്ന് കുഞ്ഞിനെ സുരക്ഷിതമായി ഇവിടെ കൊണ്ടെത്തിച്ചു. എത്ര ചോദിച്ചിട്ടും കുഞ്ഞ് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എനിക്ക് എന്റെ അമ്മയെ കണ്ടെത്തി തരണം അങ്കിളെ എന്നാണ് പറയുന്നത്. അന്ന് കുഞ്ഞ് മിസ്സായപ്പോ കീർത്തി കുഞ്ഞിന്റെ ഡീറ്റെയിൽസ് തന്നിരുന്നു. ചെന്നൈയിലാണ് വീട്, ബന്ധുവാണെന്നും പറഞ്ഞു. അന്ന് ചില സംശയങ്ങൾ അനുപമ ഉന്നയിച്ചതുമാണ്. പക്ഷെ അന്ന് കീർത്തിയും കുഞ്ഞും പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി കീർത്തി കള്ളം പറയാണെന്ന്. കുഞ്ഞിനെ കൊണ്ടും കള്ളം പറയിപ്പിച്ചു. ചിന്നു ചെന്നൈയിലായിരുന്നു. അച്ഛൻ നഷ്ടപ്പെട്ടു. അമ്മ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. കീർത്തി ചിന്നുവിന്റെ ബന്ധുവാണ്. ബന്ധുവായ കീർത്തിക്കറിയാമല്ലോ ചിന്നുവിന്റെ അമ്മ ആരാണെന്ന്. പിന്നെ എന്തുകൊണ്ട് കുട്ടിയോടത് പറയുന്നില്ല? കുഞ്ഞിന്റെ അമ്മ ആരാണെന്ന സത്യം എന്തിനാണ് അവളിൽ നിന്നും മറച്ചു പിടിക്കുന്നത്? എന്തോ കള്ളക്കളി ഉണ്ടല്ലോ കീർത്തി. കീർത്തി കുഞ്ഞിനോട് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞിന്റെ അമ്മയെ കണ്ടെത്താനായി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ്. അതുകൊണ്ടാണല്ലോ കുഞ്ഞ് ഞങ്ങളെ തേടി വന്നത്. കീർത്തി ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരാതി തന്നിട്ടില്ല. കുഞ്ഞിനോട് കള്ളം പറഞ്ഞു. കുഞ്ഞിന്റെ അമ്മയെ കണ്ടെത്തി തരാമെന്ന് കീർത്തി കുഞ്ഞിനോട് പറഞ്ഞു. പക്ഷേ ഒരിക്കലും അവൾ അവളുടെ അമ്മയുടെ അടുത്തെത്തരുതെന്ന് കീർത്തി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കുഞ്ഞിന്റെ അമ്മ ആരാണെന്ന് കീർത്തിക്കറിയാം. അതാരാ? ചിന്നുന്റെ അമ്മ ആരാണെന്ന് ഞാൻ പറയണോ? അല്ലേ? പറയണം. സത്യം അറിഞ്ഞേ പറ്റൂ. ഞാൻ പറയാം സർ. ചിന്നുന്റെ അമ്മ ആരാണെന്ന് ഞാൻ പറയാം. പറയേ. എനിക്കത് അറിഞ്ഞേ പറ്റൂ. കുഞ്ഞിനെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചേ പറ്റൂ. എന്തായാലും എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടാതെ കീർത്തിയെ ഞാനിന്ന് വിടില്ല. സാറിന് ഉത്തരം വേണോ? അല്ലേ? ഞാൻ പറയാം സർ. ചിന്നുന്റെ അമ്മ ഞാനാണ്. ചിന്നു എന്റെ മകളാണ്. കീർത്തി പ്രസവിച്ച കുഞ്ഞാണോ? എന്റെ മകളാണെന്ന് പറഞ്ഞ പിന്നെന്താ സാർ അർത്ഥം? ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് വേണം കീർത്തി. പിന്നെന്തുകൊണ്ടാണ് അമ്മയാണെന്നുള്ള സത്യം കുഞ്ഞിൽ നിന്നും മറച്ചു വെച്ചത്? അതിലേക്കൊന്നും കടക്കുന്നില്ല സർ. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളത്.
നമുക്ക് വേണ്ടത് കിട്ടിയില്ലേ? അത്രയും പോരെ? മതി, ഇത്രയും മതി. വടി. എവിടെ സർ ചിന്നു? മോള് ബിസ്ക്കറ്റ് കഴിച്ചില്ലല്ലോ. എനിക്ക് വേണ്ട. എനിക്ക് എന്റെ മമ്മിയെ കണ്ടാ മതി. മോള് വാ. കീർത്തി ആന്റി, കീർത്തി ആന്റി, എനിക്ക് എന്റെ മമ്മിയെ കാണണം. ചിന്നു, കരയാതെ. മോളുടെ അമ്മയെ പോലീസ് അങ്കിൾ കണ്ടെത്തി. എവിടെ? എവിടെ അങ്കിൾ എന്റെ മമ്മി? ദാ ഈ നിൽക്കുന്നതാണ് ചിന്നുവിന്റെ അമ്മ. ഏയ്, ഇതെന്റെ കീർത്തി ആന്റിയാ. എല്ലാവരും ചേർന്ന് മോളോട് കള്ളം പറഞ്ഞതാ. അതിന് മോൾക്കറിയാത്ത ചില കാരണങ്ങളും ഉണ്ടാവാം. മോളെ പ്രസവിച്ച അമ്മയാണ് ഈ നിൽക്കുന്നത്. അങ്കിള് ചിന്നുനോട് കള്ളം പറയുമല്ലേ? ഏയ്, സത്യമാണ് അങ്കിൾ പറയുന്നത്. ചിന്നു ഒന്ന് ചോദിച്ചു നോക്ക്.